ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മട്ടൻ ബിരിയാണി കഴിക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ സൂര്യ വരുന്നത്. അങ്ങനെ സൂര്യ ദേഷ്യത്തോടു കൂടി വരുമ്പോൾ ഇവരാണെങ്കിൽ ആസ്വദിച്ച് കഴിക്കുകയാണ്. പിന്നീട് സൂര്യ അങ്ങ് നേരെ വെട്ടുകത്തി എടുത്ത് ഇവരുടെ നേർക്ക് അങ്ങ് ചെല്ലാണ് കേട്ടോ. അതായത് വിജയുടെ നേർക്കാണ്, വിജയുടെ കഴുത്തിനാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ മട്ടൻ ബിരിയാണി കഴിക്കണമല്ലേ, ഞാൻ പറഞ്ഞതല്ലേ ഈ വീട്ടിൽ മട്ടൻ ബിരിയാണി കഴിക്കാൻ പാടില്ല എന്ന്, ഇറച്ചി മാംസം നന്ദിനിയുടെ അസുഖം മാറുന്നത് വരെ കയറ്റാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിങ്ങളുടെ മക്കൾക്കാണെങ്കിൽ ഈ ഗതി വന്നെങ്കിൽ നിങ്ങൾ കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ കഴിക്കില്ലെന്ന് പത്മ പറയണം കേട്ടോ. ഒരിക്കലും ഞാൻ കഴിക്കില്ല എന്ന് പറയാം കേട്ടോ. നിങ്ങളൊരു മനുഷ്യജന്മം തന്നെയാണോ, നിങ്ങളൊരു മനുഷ്യജന്മമാണോ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പെൺകുട്ടി മുകളിൽ ചിക്കൻ ബോക്സ് ബാധിച്ച് തീരെ സുഖമില്ലാതെ കിടക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ സന്തോഷം ആ പെൺകുട്ടിയെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ രീതി, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ഈ പാപമെല്ലാം നിങ്ങൾ എവിടെ കൊണ്ടേ കഴുകിക്കളയുമെന്ന് പറഞ്ഞിട്ട് സൂര്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ യതീന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. എന്താ പത്മ നീ കാണിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു അസുഖം ബാധിച്ചാൽ നീ ഇത് കഴിക്കുമോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? നമ്മുടെ മക്കളും വേലക്കാരി പെണ്ണും ഇതുപോലെയാണോ? എവിടുന്നോ വലിഞ്ഞു കയറി വന്ന വേലക്കാരിക്ക് വേണ്ടി ഞാൻ പട്ടിണി കിടക്കേണ്ട ആവശ്യം എന്താ? എനിക്ക് പട്ടിണി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ മക്കൾക്കും ആവശ്യമില്ല, പിന്നെ എന്താ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ പറയണേ, ഈ ജന്മങ്ങളോടൊക്കെ സംസാരിക്കുന്നതിന് നല്ലത് അവനവൻ്റെ പണി നോക്കി പോവുകയാ, മനുഷ്യത്വമില്ലാത്ത ജന്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് പോകുമ്പോൾ ഓഹോ എന്തോ ആയിക്കോട്ടെ എന്നിങ്ങനെ പത്മ കാണിച്ചിട്ട് മക്കളോട് കഴിക്കാൻ പറയാൻ കേട്ടോ. അങ്ങനെ അവർ 3 പേരും ഭക്ഷണം കഴിച്ച് തുടങ്ങുകയാണ്. എന്നാൽ ഈ ഭക്ഷണം കഴിച്ച് തുടങ്ങുമ്പോഴേക്കും നന്ദിനി, എനിക്ക് വേദനിക്കുന്നു, എനിക്ക് ചുട്ടു കത്തുന്നു, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, എൻ്റെ അരതി എനിക്ക് പറ്റുന്നില്ല, എനിക്ക് കണ്ണടക്കാൻ കഴിയുന്നില്ല, വേദന കൊണ്ട് പൊളയുന്നു, എനിക്ക് വേദനിക്കുന്നു, അരതി ഒരു തുള്ളി വെള്ളം കുടിക്ക് എന്ന് അരതി അപ്പോൾ പറയണേ, എനിക്ക് കഴിയുന്നില്ല, എനിക്ക് വേദനിക്കുന്നു, എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും നന്ദിനിയുടെ ദേഹം മൊത്തം ആ സകലം പൊന്തിയിട്ടുണ്ട് കേട്ടോ. കാലത്തന്നെ കൂടുതലാണെന്ന് അരതി പറഞ്ഞിരുന്നു. പക്ഷേ നന്ദിനി ഒരടി ഒരു 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 തരത്തിലും കിടക്കുന്നില്ല കേട്ടോ. അത്രയും വേദന കൊണ്ട് നന്ദിനി കരയുകയാണ്. എനിക്ക് സഹിക്കുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം സൂര്യൻ നേരെ പോയിരിക്കുന്നത് വിവേകിൻ്റെ അടുത്തോട്ടാണ്. വിവേകിനോട് പറയാണ്, മനുഷ്യത്വം എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് തീരമില്ല, എൻ്റെ ആദ്യ ജന്മം തന്നെ അമ്മയാണ് തൊലച്ചത്. ഇപ്പോൾ ഒരു പാവം പെണ്ണ് അവിടെ ഇങ്ങനെ ചിക്കൻ ബോക്സ് ബാധിച്ച് കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണ രീതികളും വറവുകളും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ സമയം അവർക്കതൊന്നും വിഷയമല്ല. അവരുടെ മക്കളാണെങ്കിൽ അവരത് കഴിക്കില്ലത്രേ. അവരുടെ മകളല്ലല്ലോ, ഏതോ ഒരു പെണ്ണിന് വേണ്ടി എന്തിനാ ഞാൻ ചെയ്യുന്നത് എന്നൊക്കെയാണ് അവരുടെ ചോദ്യവും പറച്ചിലും. എന്ത് മനുഷ്യത്വമില്ലാത്ത ജന്മങ്ങളാണ് എൻ്റെ അമ്മയും എൻ്റെ പെങ്ങന്മാരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിവേക് പറയണേ, എന്താണ് ചെയ്യുക, പാവം പെൺകുട്ടിക്ക് ഓരോ കഷ്ടകാലത്തിന് മുകളിൽ കഷ്ടകാലമാണ് സൂര്യ. നിൻ്റെ ജീവിതത്തിലോട്ട് വന്നത് മുതൽ അവൾക്ക് എന്നും ബുദ്ധിമുട്ടും വിഷമങ്ങളും മാത്രമാണ്, എന്തിനാണ് ആ പാവത്തിനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരതിയാണെങ്കിലോ ഇപ്പുറത്തെ നന്ദിനി കരയാണ്. ആരതി, എനിക്ക് സഹിക്കുന്നില്ല നന്ദിനി, എനിക്ക് വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ചെയ്ത പാപത്തിന് എന്തിനാണ് ദൈവമേ ഈ പാവം പെൺകുട്ടിയെ പരീക്ഷിക്കുന്നത്? ഇവിടെ മത്സ്യമാംസങ്ങൾ കയറ്റാൻ പാടില്ല, എന്നാൽ അവരത് ചിക്കൻ ബിരിയാണി കഴിച്ചത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നന്ദിനിക്ക് അസുഖം കൂടിയിട്ടുണ്ടാവുക, മട്ടനും ഒക്കെ കഴിക്കുന്നത് കൊണ്ടായിരിക്കാം കൂടിയിട്ടുണ്ടാവുക എന്നിങ്ങനെ ആരതി പറയുന്നിട്ട് തൻ്റെ ഫോൺ എടുത്തിട്ട് സൂര്യയ്ക്ക് വിളിക്കാൻ കേട്ടോ. ഈ സമയം സൂര്യയാണെങ്കിൽ പറയുന്നുണ്ട്, ആരതിയാണല്ലോ വിളിക്കുന്നത്, എന്താ ആരതി എന്ന് ചോദിക്കുമ്പോൾ, ഏട്ടാ നന്ദിനിക്ക് തീരെ സുഖമില്ല, നന്ദിനി വേദന കൊണ്ട് പൊളയുന്നു, ഇപ്പോൾ ദേഹം ആ സകലം പൊന്തിയിട്ടുണ്ട്, വല്ലാതെ കൂടുന്നു, നന്ദിനി ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കരയുകയാണ്. അത് കേട്ട ഉടനെ സൂര്യ പറയണേ, ഇതാ വരുന്നു ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്ത പാട് സൂര്യ തന്നെ അതായത് നന്ദിനിയുടെ അച്ഛനെ വിളിക്കുകയാണ്, സുദേവനെ വിളിക്കുകയാണ്. അങ്കിൾ എവിടെയാണ്? ഇതാ ഞാൻ വീട്ടിലുണ്ട്, എന്നാൽ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. എന്താ മോനെ? നന്ദിനിക്ക് തീരെ സുഖമില്ല, നന്ദിനിക്ക് ചിക്കൻ ബോക്സ് കൂടുതലായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വിളി വന്നിരിക്കുന്നത്. ഇപ്പോൾ ആരതി വിളിച്ചു, നന്ദിനി ദേഹം ആ സകലം വേദന കൊണ്ട് പൊളഞ്ഞു, അവളവിടെ കിടന്ന് കരയുകയാണെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ, അയ്യോ താനൂരമ്മേ, എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്തിനാ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പാവം മോളല്ലേ എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് സുദേവൻ കരയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം
യതീന്ദ്രൻ പത്മയുടെ അടുത്ത് ചെന്നിരിക്കുകയാണ്. എന്നിട്ട് പത്മയോട് പറയാണ്, പത്മേ ഇങ്ങനെയുള്ള ക്രൂരതകളൊക്കെ അതിര് കടക്കുന്നു. എന്തിനാണ് നീ ഈ പാപമൊക്കെ ഇങ്ങനെ വലിച്ചു കയറ്റുന്നത്? എന്തിനാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? എന്ത് ഒരു പീറപ്പെണ്ണിന് വേണ്ടി ഞാൻ എന്ത് പാപം ചെയ്തത്? ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? അത് കേട്ടോടുന്നതിന് എടോ താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ഒരു പാവം പെണ്ണ്, നമുക്കൊക്കെ വെച്ച് ഉണ്ടാക്കി തന്നിരുന്ന ആ പെണ്ണ് ഇന്നിപ്പോൾ വയ്യാതെ അവിടെ കിടക്കുന്ന അതിനെ അതിനെ ഇതാക്കിയും അതുപോലെ തന്നെ ഒരു ചിക്കൻ ബോക്സ് ബാധിച്ച വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ലെന്ന് നിനക്കറിയാലോ. എന്നിട്ട് നീ എന്തിനാ അത് ചെയ്യുന്നത്? അതിന് അവൾ എൻ്റെ വീട്ടിലുള്ളവളല്ലല്ലോ, ഇവിടുന്ന് വലിഞ്ഞു കയറി ആ പെണ്ണിന് വേണ്ടി ഞാൻ എന്തിനു കഷ്ടപ്പെടണം എന്ന് പറയുമ്പോഴാണ് കേട്ടോ ആരതി അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ട് വന്നിട്ട് യതീന്ദ്രൻ സാർ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അത് കേട്ട ഉടനെ എന്താ, അതെ നന്ദിനിക്ക് തീരെ വയ്യ, നന്ദിനിക്ക് കൂടുതലായിരിക്കുന്നു, നന്ദിനി കിടന്ന് പുളയുകയാണ് വേദന കൊണ്ട്, അവളുടെ ദേഹം ആ സകലം പൊന്തിയിട്ടുണ്ട്, അവളെ കാണാൻ പറ്റാത്ത രൂപത്തിലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടോ. ഇത് കേട്ട ഉടനെ അയ്യോ എൻ്റെ കുഞ്ഞ് ഇനി എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ, സാറേ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഈ വീട്ടിലുള്ളവർക്ക് ദേഷ്യം തോന്നും, ഇനി എന്താ വെച്ചാൽ പറഞ്ഞ മോളെ എന്ന് യതീന്ദ്രൻ പറയുമ്പോൾ പത്മയെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഉടൻ തന്നെ ആരതി പറയാണ്, ചിക്കൻ ബോക്സ് ഉള്ള വീട്ടിൽ ഈ വറവും താളിപ്പും അതുപോലെ തന്നെ ചിക്കൻ മാംസം അതുപോലെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ അറിഞ്ഞും കൊണ്ട് ഇന്നിവിടെ മട്ടൻ ബിരിയാണി കഴിച്ചില്ലേ, അതിൻ്റെ തിരിച്ചടിയാണ് നന്ദിനിക്ക് കിട്ടിയിരിക്കുന്നത്, ആ പാവം പെൺകുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കേൾക്കുന്ന പാത്മ അങ്ങ് പൊട്ടി തെറിക്കുകയാണ് കേട്ടോ ആരതിയുടെ നേർക്ക്. എന്തടി നീ കിടന്ന് ചിലക്കുന്നത്? ഇത് എൻ്റെ വീടാടി, എൻ്റെ വീട്ടിലിരുന്ന് ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ഞാൻ കഴിക്കുന്നത് നിനക്കെന്നാടി? അല്ല ഞാൻ പറഞ്ഞത് നന്ദിനി ചിക്കൻ ബോക്സ് ബാധിച്ച് കിടക്കല്ല, അവൾ ചിക്കൻ ബോക്സ് ബാധിച്ച് കിടന്നാൽ എന്നെ സംബന്ധിച്ച് എന്ത് പ്രശ്നം? എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് ചിലക്കുമ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. ഇനി നീ നിൻ്റെ വായ അടച്ചില്ലെങ്കിൽ ഞാൻ ഒരുപക്ഷെ നിൻ്റെ ദേഹത്ത് കൈവെക്കും. എന്താ നിങ്ങൾ പറഞ്ഞത്? അതെ ഞാൻ നിൻ്റെ ദേഹത്ത് കൈവെക്കും. മിണ്ടാതെ അവിടെ നിന്നും. മനുഷ്യൻ സഹിക്കുന്നതിന് ക്ഷമിക്കുന്ന ഒരു പരിധിയുണ്ട്. എത്രയെന്ന് വെച്ചിട്ടാണ് നീ കാട്ടുന്ന ഓരോ പ്രവൃത്തിയും കണ്ടില്ലെന്ന് നടിക്കുക എന്ന് പറഞ്ഞിട്ട് യതീന്ദ്രനെ അങ്ങ് വാളെടുക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സുദേവൻ കയറി വരുന്നത് കേട്ടോ. സുദേവനാണെങ്കിലോ ഒരു വലിയ വാഴയിലൊക്കെ വെട്ടിയിട്ടാണ് സുദേവൻ വരുന്നത്. ഇത് കണ്ട ഉടൻ തന്നെ സുദേവൻ സാറേ യതീന്ദ്രൻ സാറേ എന്ന് വലിയ സാറേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അപ്പോഴേക്കും അവിടെ ആ വഴക്ക് അവസാനിക്കാൻ കേട്ടോ. എന്ത് സുദേവൻ ഈ വലിയ വാഴയില വെട്ടിയിരിക്കുന്നത്? അപ്പോൾ സുദേവൻ അങ്ങ് പൊട്ടിക്കരയാണ്. എൻ്റെ കുഞ്ഞ് പണ്ടൊരു ആചാരമുണ്ട്, ചിക്കൻ ബോക്സ് അധികമായ വാഴയിലയിൽ കിടത്തണത്. എന്താ നീ പറയുന്നത് സുദേവ? വാഴയിലയിൽ കിടത്ത് എങ്ങനെയെന്നൊക്കെ നിനക്കറിയില്ലേ? അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇനി എനിക്ക് എൻ്റെ കയ്യിലുള്ള ഏക മാർഗം എൻ്റെ ദേവിയാണ്. എൻ്റെ താനൂരമ്മ തന്നെ ഇനി മുന്നിലോട്ട് വരണം. അപ്പോൾ താനൂരമ്മക്ക് കൊടുക്കുകയാണ് എൻ്റെ മോളെ. വാഴയിലയിൽ കിടത്തി ഞാൻ എൻ്റെ താനൂരമ്മക്ക് എൻ്റെ മോളെ കൊടുക്കുകയാണ്. താനൂരമ്മ തന്നെ കൈയൊഴിഞ്ഞ് എൻ്റെ മകളെ എനിക്ക് തിരിച്ചു തരണം. അതുകൊണ്ട് വാഴയിൽ കിടത്തി പരീക്ഷിച്ച് ദൈവത്തിനോട് കൈകൂപ്പാനാണ് പഴമക്കാർ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു പരീക്ഷണം നടത്താണ് എൻ്റെ കുഞ്ഞിനെ. എന്നാലും വാഴയിലേക്ക് കിടത്തുക എന്ന് പറയുന്നത് എനിക്ക് പേടിയാവുന്നു. അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ആരതി പറയാണ്, വാ നമുക്ക് നന്ദിനിയുടെ അടുത്തോട്ട് പോകാം, നന്ദിനിക്ക് അച്ഛനെ കാണുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവുമെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കൊക്കെ നന്ദിനി കണ്ണടിച്ചിട്ടുണ്ടാവും. വിളിച്ചാൽ വിളി കേൾക്കാത്ത ആ ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ടാവും കേട്ടോ. ഇതേ വല്ലാത്തൊരു കഷ്ടം ഇവറ്റകളെ കൊണ്ട് എന്നുള്ള ആ മട്ടിൽ പത്മ ഇങ്ങനെ കണ്ണും മൂക്കും കൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ തൻ്റെ മകളുടെ അടുത്തോട്ട് പോയിട്ട് പൊട്ടി കരയാണ് കേട്ടോ യതീന്ദ്രൻ. മോളെ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന സൂര്യ വരുന്ന രംഗമാണ് കേട്ടോ. സൂര്യ എത്തിയിരിക്കുകയാണ്. സൂര്യ ഓടി വരുമ്പോൾ താൻ കാണുന്ന കാഴ്ച തൻ്റെ നന്ദിനിയെ വാഴയിലയിൽ കിടത്തിയിരിക്കുന്നു. ഇത് കാണുന്ന സൂര്യയുടെ നെഞ്ച് പൊട്ടാണ്. എന്താ അച്ഛാ, എന്താ ആരതി, എന്താ അച്ഛ ഈ നന്ദിനിയെ വാഴയിലയിൽ കിടത്തിയിരിക്കുന്നത്? അത് എൻ്റെ മോൾക്ക് അസുഖം കൂടി, അതുകൊണ്ട് തന്നെ ഇനി താനൂരമ്മയുടെ കൈകളിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. താനൂരമ്മ തന്നെ എനിക്ക് എൻ്റെ മകളെ തിരിച്ചു തരട്ടെ. എന്നാലും വാഴയിലയിൽ എന്ന് സൂര്യ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനിയുടെ കൈ പിടിച്ച് നന്ദിനി നന്ദിനി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തവണ സൂര്യ വിളിച്ചു നോക്കും. പക്ഷെ നന്ദിനി മിണ്ടുന്നില്ലല്ലോ എന്നിങ്ങനെ സൂര്യ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം ഉടൻ തന്നെ ഇനി ഞാൻ പറഞ്ഞില്ലേ താനൂരമ്മയുടെ കൈകളിൽ കൊടുത്തിരിക്കുന്ന എൻ്റെ കുഞ്ഞ് അസുഖം കൂടുതലായിരിക്കുന്നു, അവൾ മരണത്തോട് മല്ലടിച്ചും കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ തിരികെ കിട്ടണമെങ്കിൽ ഇനി താനൂരമ്മ തന്നെ എനിക്ക് തിരിച്ചു തരണം. ഈശ്വര, എൻ്റെ കുഞ്ഞ് എന്ത് പാപം ചെയ്തിട്ടാണോ? ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാണ്. അമ്മയില്ലാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവൾ സഹിച്ചിട്ടുണ്ട്. കുടുംബത്തിനും അനിയത്തിമാർക്കും വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അവൾ സഹിച്ചിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ കുഞ്ഞിനെ എന്തിനാ അങ്ങനെ പരീക്ഷിക്കുന്നത്? അപ്പോൾ ഉടൻ
തന്നെ ആരതി പറയണേ ഇത് പരീക്ഷിച്ചതല്ല, ഇത് ശിക്ഷ കിട്ടിയതാണ്. ഈ ചിക്കൻ ബോക്സ് വന്ന വീട്ടിൽ അത്രയും ശുദ്ധിയോടുകൂടി കൊണ്ട് നടക്കുന്ന ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന എന്താണെന്ന് മട്ടൻ ബിരിയാണി കഴിച്ചിരിക്കുകയാണ്, മനഃപൂർവ്വം അവർ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ സൂര്യയ്ക്ക് ദേഷ്യം കൂടുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.